ബി ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ. ബി ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഇപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സങ്കല്പം നല്ലതാണ്, പക്ഷേ അതിപ്പോൾ ഈ ഘട്ടത്തിൽ എത്രത്തോളം പ്രാക്ടിക്കലാണത്? അല്ല, ഇത് ആ ഘട്ടത്തിലേക്കൊന്നും നമ്മൾ ചർച്ച ചെയ്യാറായിട്ടില്ലല്ലോ. അവർക്ക് ഒരു കുറച്ച് ആക്ടേഴ്സിന് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം. അപ്പൊ ട്രേഡ് യൂണിയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഫെഫ്കയാണ്. അവർക്ക് കുറവുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കാനായിട്ടാണ് അവരെന്നെ സമീപിച്ചത്. അപ്പൊ അത് രജിസ്റ്റർ ചെയ്യേണ്ട വിധം ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന പോലും ഫെഫ്കയ്ക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് മറ്റു കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ ആക്ടേഴ്സിന് ഫോം ചെയ്യാം. അത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം അമ്മ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായിട്ട് നിലനിൽക്കുമല്ലോ. എങ്കിൽ കൂടിയും ഒരു പുതിയ ആലോചന, ഇക്കാലം അത്രയുമില്ലാതെ ഒരു പുതിയ ആലോചന അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് സ്വാഗതാർഹമല്ലോ ബി ഉണ്ണികൃഷ്ണൻ? തീർച്ചയായിട്ടും എക്കാലവും ഞങ്ങൾക്ക് ആ അഭിപ്രായമുള്ളവരാണ്. ഇന്ത്യക്ക്, നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലുണ്ട് ആക്ടേഴ്സിന് ട്രേഡ് യൂണിയൻ. മുംബൈയിലെ ആക്ടേഴ്സ് എല്ലാം ട്രേഡ് യൂണിയനിൽപ്പെട്ടവരാണ്. ശ്രീ അമിതാഭ് ബച്ചൻ അതിന്റെ മെമ്പറാണ്. അദ്ദേഹം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഫെഡറേഷന്റെ ഒക്കെ. അപ്പം അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതിന് രണ്ട് തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ പോസിബിൾ ആണല്ലോ. ഒരു ട്രേഡ് യൂണിയനും നോൺ ട്രേഡ് യൂണിയനുമായിട്ട് അവർക്ക് ഓർഗനൈസേഷൻസ് പോസിബിൾ ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് മാക്ട എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയില്ലേ, ഞങ്ങൾ എല്ലാവരും അംഗമാണല്ലോ. അതെ. അല്ല, ബി ഉണ്ണികൃഷ്ണൻ, ഇത് കുറച്ചുകൂടി അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവകാശ ലംഘനങ്ങൾക്കെതിരെ പൊരുതാൻ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് നൽകുന്ന ഒന്നാകില്ല ട്രേഡ് യൂണിയൻ? ബി ഉണ്ണികൃഷ്ണൻ, ഞാൻ അതിനേക്കാൾ അതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത് അവർക്കൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. കുറച്ചും കൂടി ഒരു സംഘടന, ഒരു ഗാത്രം കുറച്ചും കൂടി അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. നിർവചിക്കപ്പെട്ട ഒരു ഗാത്രം ഉണ്ടാകും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നുണ്ടാവും, പല തട്ടിൽ ചർച്ച ചെയ്യാം. അത് സ്വാഗതാർഹമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫെഫ്കയുടെ ഒരു നേതൃനിരയിൽ ഇരിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഈ അംഗങ്ങൾ ഇനി അവർക്ക് ട്രേഡ് യൂണിയൻ ആകണമെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? എൻ്റെ കൂടി അറിവിലേക്കാണ് എന്റെ ചോദ്യം, ബി ഉണ്ണികൃഷ്ണൻ. അല്ല, അവര് തീർച്ചയായിട്ടും 7 പേര് മതിയല്ലോ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാൻ. ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം, അതിന് കൃത്യമായ ഒരു ബൈലോ വേണം, അതിന് രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടാൻ രജിസ്ട്രേഷൻ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ അഫിലിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ ഫെഫ്ക പോലൊരു ഫെഡറേഷനിൽ അവർക്ക് അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് അവർ എന്നെ ബന്ധപ്പെട്ട് ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇപ്പോൾ 21 അംഗ സംഘടനകളുണ്ട്. പുതിയതായി ഒരു അംഗ സംഘടനയെ ഞങ്ങൾക്ക് അങ്ങനെ അതിന്റെ ഒരു പോസിബിലിറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു നീണ്ട ചർച്ചയ്ക്ക് ശേഷമേ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുള്ളൂ. ടെലിവിഷൻ രംഗത്ത് ഒരു സംഘടന ഫോം ചെയ്ത് ഞങ്ങളിലേക്ക് അഫിലിയേറ്റ് ചെയ്തത് ഏതാണ്ട് 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ്. താങ്കൾക്ക് തനിയെ എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല അത്, അല്ലേ ബി ഉണ്ണികൃഷ്ണൻ? കൗൺസിൽ അപ്രൂവ് ചെയ്യണം. 57 പേര്, നമുക്ക് 21 പേര് ചെയ്യുമ്പോൾ ഇപ്പോൾ 63 പേരുണ്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിലിൽ. 21 സംഘടനകളുടെ 3 പ്രതിനിധികൾ, അതാണ് അപ്രൂവ് ചെയ്യണം. ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. ബി ഉണ്ണികൃഷ്ണൻ, ഈ 20 താരങ്ങൾ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയുന്നതിൽ പ്രശ്നമുള്ളവരാണോ? അത് പറയാൻ കഴിയുമോ അങ്ങേക്ക്? അല്ല, അവര് തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞാനായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അവര് കുറച്ചും കൂടി ഇതെങ്ങനെയാണ് അവർക്ക് അതിനകത്തൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയാണ് അവരെൻ്റെ അടുത്ത് വന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചോദിക്കാനാണ് അവർ വന്നത്. ആ ചർച്ചയിൽ അവർ എന്നോട് ചോദിച്ചു, ഭാവിയിൽ ഞങ്ങൾക്ക് ഫെഫ്കയുടെ ഭാഗമാകാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ ഞങ്ങളുടെ പരിഗണനയിലില്ല, അത് പെട്ടെന്ന് അങ്ങനെ സാധ്യവുമാകില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ മറ്റേ സംഘടന പിളർപ്പിലേക്ക് എന്നുള്ള തരത്തിലേക്ക് വാർത്ത പോകുന്നത് നിർഭാഗ്യകരമാണ്. ആ സംഘടന അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഈ സാധ്യത ആലോചിക്കുന്നത് കേട്ടോ. ബി ഉണ്ണികൃഷ്ണൻ, ഒറ്റ കാര്യം കൂടി, ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് താങ്കൾ മാറി നിൽക്കാം എന്ന ആലോചന നേരിട്ട് ബന്ധമുള്ള വിഷയം അല്ലെങ്കിൽ കൂടി താങ്കൾ കിട്ടിയോട് ചോദിക്കുകയാണ്. ആ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കാം എന്ന ആലോചന എന്തുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ? അത് കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എറണാകുളത്ത് 7-ാം തീയതി നടന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ പങ്കെടുത്തപ്പോ അതിനകത്ത് ഒരു ഏജൻസിയാണ് ഇപ്പോൾ ആ നയരൂപീകരണത്തിന്റെ ഇൻപുട്ടുകൾ ശേഖരിക്കുന്നതും ഫിലിം പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നതും. ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ സംസാരം നടന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഈ ഫിലിം ഇതുണ്ടല്ലോ, നമ്മളുടെ റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് കൃത്യമായ ആശങ്കകളുണ്ട്. താങ്കൾക്കറിയാവുന്ന പോലെ ലേബർ നിയമങ്ങളാണ് ഞങ്ങൾക്ക് ബാധകമാവുക. അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഇത്തരത്തിലൊരു ബോഡിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ബോഡിയുടെ സ്വഭാവം എന്തായിരിക്കും, അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്തായിരിക്കും, ജൂറിസ്പ്രൂഡൻസ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത്തരം കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ഫെഫ്കയുമായിട്ടാണ് ഇവർ ചർച്ച ചെയ്യുന്നത്.
എഫ്കെയുടെ പ്രതിനിധികളുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്റെ സംഘടന കണ്ടത്, ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി കണ്ടത്, അവിടെ കൃത്യമായിട്ട് വിമർശനാത്മകമായി നിലപാടെടുക്കണമെങ്കിൽ ഞാൻ നയരൂപീകരണ സമിതിയുടെ ഭാഗമായിട്ട് ഇരുന്നുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ സംസാരിക്കണം. എന്നെ ഒരു വ്യക്തി എന്ന നിലയിലാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് എന്റെ സംഘടന എന്നോട് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ പറയുകയായിരുന്നു, ഇത്തരത്തിൽ 20 അംഗങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഒരു പറ്റം താരങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള നീക്കം മുന്നോട്ടേക്ക് പോകുന്നു. അതിൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യമാണ് ബി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചത്. അതിപ്പോൾ തൽക്കാലം ഇപ്പോൾ പരിഗണനയില്ല എന്ന് പറയുമ്പോൾ പോലും ആ താരങ്ങൾ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള ആലോചനകളുമായി മുന്നോട്ട് പോക്കാണ്. ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് ആ നീക്കത്തെ സ്വാഗതാർഹം എന്ന് തന്നെ പറയേണ്ടിയും വരും. അതിനിടയിൽ സംവിധായകൻ രഞ്ജിത്ത് ചോദ്യം ചെയ്യൽ ഹാജരായിരുന്നു, അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ. അതിനുശേഷം അത് പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുന്ന ദൃശ്യം കൂടി നേരത്തെ പ്രേക്ഷകർ കണ്ടു. എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പക്ഷേ രഞ്ജിത്ത് തയ്യാറായില്ല.